ഹലോ ഫ്രണ്ട്സ്, ഹൗ ആർ യു ഓൾ? അപ്പോൾ ക്രിസ്മസ് ടൈമൊക്കെ ആവാറായി. അപ്പോൾ എല്ലാവർക്കും വീട്ടിൽ തന്നെ സിമ്പിളായിട്ടൊരു പ്ലം കേക്ക് ഉണ്ടാക്കാനുള്ള റെസിപ്പി ആയിട്ടാണ് ഇന്നത്തെ എൻ്റെ വീഡിയോ. അപ്പോൾ നമുക്കത് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. സോ നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മളൊരു കാരമൽ സിറപ്പ് ഉണ്ടാക്കുക എന്നുള്ളതാണ്. അപ്പോൾ അത് ഒരു സോസ് പാനിലേക്ക് 1/2 കപ്പ് പഞ്ചസാര, 2 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഇത് നല്ല മെൽറ്റ് ചെയ്ത് നല്ല ഗോൾഡൻ ബ്രൗൺ കാരമലായിട്ട് ആക്കി എടുക്കാം. അതിലേക്ക് ഞാൻ 1 കപ്പ് ചൂടുവെള്ളമാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അത് കുറച്ചായിട്ട് ഒഴിച്ചു കൊടുക്കുക. തെറിക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ കുറച്ച് മെല്ലനെ കുറച്ചായിട്ട് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നല്ലോണം ഇളക്കി അത് ഫുള്ളും ഒന്ന് മെൽറ്റാക്കിയിട്ട് എടുക്കണം. അപ്പോൾ കുറച്ച് കട്ടൊക്കെ ഉണ്ടാവും. അപ്പോൾ അതൊന്ന് 2-3 മിനിറ്റും കൂടി ഒന്ന് തിളപ്പിച്ചെടുത്തിട്ട് അത് കംപ്ലീറ്റ് ആയിട്ട് മെൽറ്റാക്കിയിട്ട് എടുക്കാം. ഇത് നല്ല മെൽറ്റായിട്ടുണ്ട്. ഇതിലേക്ക് ഞാനിത് 1/2 കപ്പ് ഡേറ്റ്സ് കുരു കളഞ്ഞിട്ട് കട്ട് ചെയ്ത് വെച്ചതാണ് അതിലേക്ക് ഇട്ടിട്ടുണ്ട്. പിന്നെ 1/2 കപ്പ് ടൂട്ടി ഫ്രൂട്ടി, 1/2 കപ്പ് ബ്ലാക്ക് റേസിൻസ്, നമ്മൾ കുരുവില്ലാത്ത മുന്തിരി, അതും ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു പിഞ്ച് ക്ലോവിൻ്റെ പൊടി, നമ്മൾ ഗ്രാമ്പൂവിൻ്റെ പൊടി, അതും ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതെല്ലാം നല്ലോണം ഒന്ന് മിക്സ് ആക്കി എടുക്കാം. ഇതൊരു 4-5 മിനിറ്റ് ഒന്ന് കുക്കാക്കി എടുക്കാം. സാധാരണ നമ്മൾ പ്ലം കേക്ക് ഉണ്ടാക്കുമ്പം നമ്മൾ ഫ്രൂട്ട്സൊക്കെ സോക്ക് ചെയ്യും. അപ്പോൾ ഈ പ്രീ സോക്കിങ്ങും കാര്യങ്ങളും ഒന്നുമില്ല. അപ്പോൾ അതിന് പകരമാണ് നമ്മൾ ഫ്രൂട്ട്സൊക്കെ ഈ കാരമൽ സിറപ്പിലേക്ക് ഡയറക്റ്റ് ഇട്ടിട്ട് ആ ഒരു ഇതിൽ തന്നെ അതിരുന്ന് ആ റേസിൻസിൻ്റെ ഒക്കെ ടേസ്റ്റ് അതിലേക്ക് ഇറങ്ങി വരും. അപ്പോൾ കണ്ടില്ലേ, ഇതാണ് ഇതിൻ്റെ കൺസിസ്റ്റൻസി. ഇനി ഇത് കംപ്ലീറ്റ് നല്ലോണം തണിയാൻ വേണ്ടി വെക്കാം. ഇനി ഒരു 1/2 കപ്പ് പഞ്ചസാര പൊടിച്ചിട്ട് മാറ്റി വെക്കാം. ഒരു മിക്സർ ജാറിലേക്ക് 2 മുട്ടയും 1/2 ടീസ്പൂൺ വെനില എസൻസും കൂടിയും കൂട്ടിയിട്ട് നല്ലോണം ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം. നല്ലൊരു ഫോമി ആയിട്ട് വരുന്ന വരെ ബ്ലെൻഡ് ചെയ്യുക. അതിലേക്ക് നമ്മൾ പൊടിച്ച് വെച്ച പഞ്ചസാരയും കൂടിയും കൂട്ടിയിട്ട് നല്ലോണം ഒന്ന് ബ്ലെൻഡ് ചെയ്ത് നല്ലൊരു ക്രീമി കൺസിസ്റ്റൻസി ആവണ വരെ ബ്ലെൻഡ് ചെയ്യുക. അതിലേക്ക് ഒരു 1/2 കപ്പ് ഓയിലും കൂടി ഒഴിച്ചിട്ട് മാറ്റി വെക്കാം. ഇനി ഒരു ബൗളിൽ 1 കപ്പ് മൈദ, 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും 2 നുള്ളു ഉപ്പും കൂടി ഇട്ടിട്ട് നല്ലോണം മിക്സ് ചെയ്ത് മാറ്റി വെക്കാം. അപ്പോൾ ഇത് നമ്മുടെ ഫ്രൂട്ട്സിൻ്റെ മിക്സ്ചർ നല്ലോണം തണിഞ്ഞിട്ടുണ്ട്. അത് ഇതിനൊരു ബൗളിലേക്ക് മാറ്റിയെടുക്കാം. ഇതിലേക്ക് നമ്മൾ നേരത്തെ മിക്സാക്കി വെച്ച മുട്ടേൻ്റെയും പഞ്ചസാരൻ്റെയും മിക്സ്ചർ അത് ഇതിലേക്ക് ഒഴിച്ചിട്ട് നല്ലോണം ഒന്ന് മിക്സ് ആക്കി എടുക്കാം. ഈ ഫ്ലവർ മിക്സ്ചർ ഞാൻ ഒന്ന് സിഫ്റ്റ് ചെയ്തതാണ്. അപ്പം അത് കുറച്ചായിട്ട് ഇതിലേക്ക് ഇട്ടിട്ട് ഒന്ന് ഫോൾഡ് ആക്കിയിട്ട് എടുക്കാം. ഇതിലേക്ക് 1/4 ടീസ്പൂൺ സിന്നമൺ പൗഡറും 2 നുള്ളു ക്ലോവ് പൊടിയും കൂടി ഇട്ടിട്ട് നല്ലോണം ഒന്ന് മിക്സ് ആക്കി എടുക്കാം. ബാക്കിയുള്ള മൈദയും കൂടിയും ഇതിലേക്ക് ഇട്ടിട്ട് കുറച്ചായിട്ട് ഫോൾഡ് ചെയ്തിട്ട് എടുക്കാം. അത് 1/2 കപ്പ് നട്ട്സ്, നിങ്ങൾക്ക് ഇഷ്ടമുള്ള നട്ട്സ് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഞാനിപ്പോൾ ഇവിടെ കാഷ്യൂ നട്ട്സ് ഒന്ന് ചോപ്പ് ചെയ്തിട്ട് എടുത്തതാണ്. പൗഡർ ചെയ്യേണ്ട, ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി. അതുകൂടി ഇതിലേക്ക് ഇട്ട് നല്ലോണം ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കാം. ഞാനൊരു പാനിൽ ബട്ടറൊക്കെ തേച്ച് ബേക്കിംഗ് പേപ്പർ വെച്ച് റെഡിയാക്കിയിട്ടുണ്ട്. അതിലേക്ക് മിക്സ്ചർ റെഡിയാക്കി നമ്മൾ ബാറ്റർ ഇടാം. അതൊന്ന് ടാപ്പ് ചെയ്യുക. എന്തെങ്കിലും എയർ ബബിൾസ് ഒക്കെ ഉണ്ടെങ്കിൽ അത് പോകാൻ വേണ്ടിയിട്ടാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള നട്ട്സും റേസിൻസോ എന്തൊക്കെ യൂസ് ചെയ്ത് നിങ്ങൾക്ക് ഡെക്കറേറ്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് നമ്മളെ കേക്ക് ഓവനിൽ ഒരു 180 ഡിഗ്രി സെൽഷ്യസിൽ 40 to 45 മിനിറ്റ്സ് വരെ ബേക്ക് ചെയ്തിട്ട് എടുക്കാം. നമ്മുടെ കേക്ക് നല്ല സോഫ്റ്റും ഡാർക്കായിട്ട് നല്ല പ്ലം കേക്ക് ബേക്കറിയിൽ നിന്നൊക്കെ വാങ്ങുന്ന അതേപോലെ തന്നെ കാണാനും ടേസ്റ്റും, ബട്ട് ബെറ്റർ ക്വാളിറ്റി ആണ് നമ്മൾ വീട്ടിൽ നിന്ന് ഉണ്ടാക്കുമ്പോൾ എപ്പോഴും. അപ്പോൾ എല്ലാവരും ഡു ട്രൈ ഇറ്റ് ഔട്ട്, ഷെയർ യുവർ ഫീഡ്ബാക്ക്. അപ്പോൾ ടേക്ക് കെയർ ആൻഡ് ബൈ.